അതെ, എനിക്ക് നല്ല പരിചയമുള്ള കുട്ടിയാ. അല്ല, മോളെന്താ വന്നത്? അത് ശരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ അന്നപൂർണ കോളേജിന്റെ ഉടമസ്ഥ പാർവതിയമ്മ അറിയാമോ? ഞാൻ അവരുടെ വീട് തിരക്കിയാ വന്നത്. ആളെ അറിയാം. എന്താ കാര്യം? എനിക്കും കൂട്ടുകാരിക്കും അവരുടെ കോളേജിൽ സീറ്റ് വേണമായിരുന്നു. MLA പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. കോളേജ് ഓണർ ഉണ്ടല്ലോ പാർവതിയമ്മ, നല്ല സ്ത്രീയാണെന്നാ പറഞ്ഞേ. വീട് എവിടെന്നറിയോ? അറിയാം, എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഞാൻ വന്ന് പറയാം. പ്രിൻസിപ്പലിനെ അറിയോ? മോൾ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചൊന്ന് ചെയ്യാൻ എനിക്കും ഒരു അവസരമാകുമല്ലോ. ഞാൻ വരാം മോളെ. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഓണറെ കാണാം. എന്താ? മതി, എന്തായാലും സീറ്റ് കിട്ടണം. മോള് വാ. ആ ശ്രുതിയില്ലേ, ആകെ ചമ്മിപ്പോയി. എടി എടി, അത് നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ, അച്ഛമ്മയുടെ വണ്ടിയാ. പാർവതി അമ്മ അങ്ങനെ ക്യാമ്പസിൽ വരാറില്ലല്ലോ. വാ നോക്കാം. പോകാം. അച്ഛമ്മേ, ഇവളെന്താ അച്ഛമ്മയുടെ കൂടെ? എനിക്ക് പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം. എന്തിന്? അതെന്താ ഒരു ചോദ്യം ചെയ്യല്? അല്ലച്ചമ്മേ, ഇവള്... ആദ്യം ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ. അല്ല, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, പക്ഷേ... ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ ക്ലാസ്സിലല്ലേ കാണേണ്ടത്? ഞാനിപ്പോ പോവാ. ഇനിയിപ്പോ വേണ്ട, ഞാൻ തിരിച്ചു വരുന്നിടം വരെ ഇവിടെ ഉണ്ടാകണം കേട്ടോ. അതെ അച്ഛമ്മേ, ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി. മതി മതി മതി, ബാക്കി ഞാൻ വന്നിട്ട്. മോള് വാ. വാ. രംഭ, എന്താ ഇത്? മനസ്സിലായില്ലേ? അവള് പാർവതിയമ്മയെ ചെന്ന് കണ്ട് കരഞ്ഞു കാല് പിടിച്ചു. അവൾക്ക് സീറ്റ് കൊടുക്കാനായിരിക്കോ?